എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത് രേണു സുധി എന്ന പെൺകുട്ടിയെക്കുറിച്ച് കണ്ടൊരു ന്യൂസിനെ കുറിച്ച് പറയാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാവർക്കും അറിയാം, ഒരുപാട് ന്യൂസ് വരുന്നത് രേണു സുധിയുടെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായുള്ള കമൻറ്റുകൾ ആളുകളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ റീസെൻ്റ്ലി കണ്ടൊരു ന്യൂസാണ്. അക്ബർ എന്നൊരു സഹോദരൻ ബിഗ് ബോസിൽ വെച്ച് രേണു സുധിയോട് എത്രയും എന്താ പറയുക, തരം താഴ്ന്ന രീതിയിലുള്ളൊരു വേർഡ് ഉപയോഗിച്ചു ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട്. സെപ്റ്റിക് ടാങ്കാണെന്നുള്ളൊരു വേർഡ്. പക്ഷെ ഞാൻ ആ സഹോദരനോട് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. സഹോദരൻ്റെ വീട്ടിലും അമ്മയും പെങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആരെങ്കിലും നിങ്ങളുടെ അമ്മയോടോ പെങ്ങളോടോ ഇങ്ങനൊരു വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? നമ്മൾക്ക് തരുന്ന ഈ രൂപവും ഭാവവും അല്ല ദൈവത്തിൻ്റെ ദാനമാണ്. ഒരമ്മ പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ കുട്ടി എങ്ങനെ ഇരിക്കണമെന്ന് അമ്മയുടെ മനസ്സിൽ മേ ബി ചിന്തകളുണ്ടാവും. പക്ഷേ അത് എങ്ങനെ ആണ് ആ കുട്ടിയുടെ രൂപം ഡിസൈഡ് ചെയ്യുന്നത് ഭഗവാനാണ്. നമുക്ക് ഹാൻഡിക്യാപ്ഡ് അല്ലാത്ത ആരോഗ്യവനായുള്ളൊരു കുട്ടിയെ ലഭിക്കുക, ഒരു ആരോഗ്യമുള്ള ജീവിതം നയിക്കുക, അതാണ് ഒരു മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം. എല്ലാവിധ നല്ല എന്താ പറയുക, ഹൈറ്റും വെയിറ്റും എല്ലാം ഉണ്ട്. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ട എല്ലാം തീർന്നില്ലേ? പിന്നെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ് ഈ ഭൂമിയിൽ. എത്ര കാലം ജീവിക്കുന്ന ആൾക്കൊരു ഉറപ്പില്ല, ഇന്നത്തെ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറയാനുള്ളത് അതുപോലെ എല്ലാവരോടും, ആ കുട്ടി ജീവിച്ചോട്ടെ. തെറ്റും ശരിയെല്ലാം എല്ലാവരുടെ പക്ഷത്തും ഉണ്ടാവും. ആ കുട്ടിയുടെ പക്ഷത്ത് മേ ബി ഉണ്ടാവാം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഒരാളെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ, പ്രത്യേകിച്ചൊരു പെൺകുട്ടിയെ അപമാനിക്കരുത്. അത് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്, നമ്മൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെടുമ്പോഴേ നമ്മൾക്കതിൻ്റെ വേദന മനസ്സിലാവുക. ആരും എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഭൂമിയിലില്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരും 1000 വർഷമൊന്നും ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു ദിവസം, നാളെ നേരം വെളുത്താൽ വെളുത്തു. അത് കാണാനുള്ള ഭാഗ്യം ദൈവം തന്നാൽ ദൈവത്തോട് നന്ദി പറയാൻ പഠിക്കുക. ആരുടെയും കുറേ വർഷങ്ങൾ ഞാൻ ജീവിക്കുന്നുള്ളത് ആർക്കും ഒരു ഉറപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. ആ സഹോദരനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതുപോലെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന അത് നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെയാണ് ഇടേണ്ടതെന്ന്. ഞാൻ അതിൽ ഇടപെടാൻ വരുന്നില്ല. പക്ഷെ ഒരാളെ അധിക്ഷേപിക്കുമ്പോൾ അവരുടെ വേദന മനസ്സിലാക്കുക. ഓക്കെ.